ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. നെല്ലു സംഭരണം പാളുന്നതടക്കമുള്ള പല കാരണങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന കുട്ടനാട്ടിലെ പരമ്പരാഗത കർഷകർ ക്രമേണ നെൽകൃഷിയിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. വൈവിധ്യമാർന്ന ഗുണവിശേഷങ്ങളുള്ള നിരവധി വിത്തുകളുമായി നിത്യജീവിതത്തിൽ നാം ബന്ധപ്പെടാറുണ്ടെങ്കിലും വിത്തെന്ന് കേൾക്കുമ്പോൾ ഏതൊരു കേരളീയന്റെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക നെല്ലായിരിക്കും. ഒരുപക്ഷെ ആസന്ന ഭാവിയിൽ നെൽകൃഷി ഇവിടെ ഇല്ലാതായാൽ പോലും സ്ഥിതി മറ്റൊന്നായിരിക്കില്ല. ആവശ്യത്തിന് നെല്ല് കൃഷി ചെയ്തുണ്ടാക്കാനോ നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനോ ഇന്നു നമുക്ക് കഴിയുന്നില്ല. കേരളത്തിലെ നെൽവയൽ നികത്തലിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. ഒരു വർഷം കേരളത്തിൽ നികത്തപ്പെടുന്നത് 16,910 ഹെക്ടർ നെൽവയലുകളാണ്. അതായത് ഒരു ദിവസം ഏകദേശം 46 ഹെക്ടർ നെൽപ്പാടം നികത്തപ്പെടുന്നു. ഇക്കണക്കിന് മുന്നോട്ടു പോയാൽ 4,309 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ നെൽപ്പാടങ്ങളും അപ്രത്യക്ഷമാകും. 2027 ആകുമ്പോഴേക്കും കേരളത്തിൽ എവിടെയും നെൽപ്പാടങ്ങൾ ബാക്കിയുണ്ടാവില്ല. മലയാളികൾക്ക് ഒരു വർഷം ഭക്ഷണം കഴിക്കാൻ 40 ലക്ഷം ടൺ അരി വേണമെന്നാണ് കണക്ക്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാകട്ടെ ഒരു വർഷം 5 ലക്ഷം ടൺ അരിയും. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വരണം. നെല്ലു സംഭരണം കാര്യക്ഷമമല്ല എന്നതാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. സംഭരിച്ച നെല്ലിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകാനുള്ള പണം കുടിശ്ശികയ്ക്കുമേൽ കുടിശ്ശികയുമായിട്ടുണ്ട്. മെയ് 5 മുൻപ് കുടിശ്ശിക പണം നൽകിയില്ലെങ്കിൽ കുട്ടനാട്ടിലെ കൃഷി ഓഫീസുകൾക്ക് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. ഇടനിലക്കാരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സപ്ലൈകോയിൽ നെല്ലെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം അതുതന്നെ. അവരെ ആയിട്ടൊരു ബന്ധമുണ്ട് അവർക്ക്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? എന്നിട്ട് ഇതിനകത്ത് ഈ നെല്ല് വിട്ടിട്ട് ഏറ്റവും കുറച്ച് കൊണ്ടുപോയിട്ട് പറയും ഈ നെല്ല് കൊള്ളാതെ വരുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് അവർ ഈ നെല്ലിനകത്ത് ചെയ്യാവുന്ന മാക്സിമം നഷ്ടം വരുത്തുക. ഇവിടെ ഇട്ട് തന്നെ അവർ നഷ്ടം വരുത്തിയാണ് അവർ കയറ്റിക്കൊണ്ട് പോകുന്നത്. അതേസമയം ഇത് കൊയ്ത് ഉടനെ തന്നെ ഇത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നഷ്ടം ഇവർക്ക് വരത്തില്ല. ഇപ്പോൾ ഇവിടെ 5-10 ദിവസമാണ് ഇവിടെ കൊയ്തിട്ടിട്ട് ഇതിവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർ മില്ലുകാരുമായിട്ടൊരു ബന്ധം അവർക്കുണ്ട്, ഈ എടുക്കുന്ന ആൾക്കാർക്കുണ്ട്. അതിൻ്റെ നഷ്ടമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുന്നതിൻ്റെ നഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് എന്നിട്ട് നഷ്ടം വരുന്നതെന്ന് പറഞ്ഞ് അവർ ഈ 30 കോടി തന്ന് 100 കോടി തന്നെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർ വേറുള്ള വഴിയാണ് കൊടുക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട കർഷകർക്കോ തൊഴിലാളിക്കോ കിട്ടുന്നില്ല. ഈ പാവപ്പെട്ട കർഷകർ ഇവിടെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ അവർ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ആ നെല്ല് ഇവിടെ കൊണ്ടുവന്ന ഇവിടുത്തെ നെല്ല് ഉടമകൾ അത് കൊണ്ടുവന്ന് മില്ലുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മില്ലുകാരുടെ ഉപേക്ഷക്കുറവിലാണ് ഇവിടെ കിടന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. കർഷകർ വിളവിറക്കി കഴിഞ്ഞാൽ അത് കേരളത്തിൽ തന്നെ വിൽപ്പന നടത്തേണ്ട ഒരു കാര്യങ്ങൾ. പണയനൊക്കെ വെച്ച് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് ആണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. അതിനൊരു പരിധിയുണ്ട്, പലിശ സബ്സിഡി. ഇത് നെല്ല് കൊടുത്ത് 3 മാസമായിട്ടും പൈസ കിട്ടാത്ത ഒരു ഇതിലാണ് ഇപ്പോൾ കർഷകർ നീക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇപ്പം നെല്ല് കൊടുക്കും ഒരു സമയത്താണ് ഇതിൻ്റെ പൈസ. ചിലപ്പോൾ ഇപ്പം പറയുന്ന കേട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കാൻ പോകുന്നു. 21 രൂപ ഉള്ളത് 3 ഘട്ടങ്ങളായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതൊക്കെയാണ് ഏറ്റവും പ്രതിസന്ധി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടനാട്ടിലെ ഇത് നെല്ലനികത്തിന് ആവശ്യത്തിന് നികത്താൻ 10 സെൻറ്റിന് പറഞ്ഞ് 2 പേരുടെ പേരിലാക്കിക്കൊണ്ട് ഒരു വീട് വെക്കാൻ വേണ്ടി 10 സെൻറ്റ് നികത്താൻ അലോട്ട്മെൻ്റ് ഉണ്ട്. അതിന് ഒരു 2 പേരുടെ പേരിലാക്കിക്കൊണ്ട് 20 സെൻറ്റ് ഒരാൾക്ക് വേണ്ടി നികത്തുക. അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കളക്ടറുമാണേലും RDO ആണെങ്കിലും ഇവർ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒന്നും ബന്ധപ്പെടുന്നുമില്ല. അവന് പരാതി കൊടുത്താൽ പോലും അവർ ഓരോ സാധ്യത അനുസരിച്ച് അത് ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുക. നെല്ലു സംഭരിച്ച വകയിൽ ഏതാണ്ട് 200 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. പാട്ടകൃഷിക്കാരാണ് പണം ലഭിക്കാതായതോടെ കടക്കെണിയിൽപ്പെട്ടത്. പുഞ്ചകൃഷിയുടെ വരുമാനം കൊണ്ടാണ് പലരും കാർഷിക വായ്പ പുതുക്കുകയും കൃഷിഭൂമിയുടെ പാട്ടത്തുക നൽകുകയും ചെയ്യുന്നത്. ഇതിന് സാധിക്കാതെ വന്നതോടെ പാടത്ത് വിത്തിറക്കാനുള്ള കുട്ടനാട്ടിലെ കർഷകരുടെ സ്വപ്നത്തിനുമേൽ കരിനിഴൽ വീഴുകയാണ്. നെൽകൃഷിക്കായി മുടക്കിയ പണത്തിന്റെ പകുതി പോലും തിരിച്ചു കിട്ടുന്നില്ല. മതിയായ തൊഴിലാളികളെ ലഭ്യമാകാത്ത അവസ്ഥ, കൂലി വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തുടങ്ങി അടിസ്ഥാന പ്രശ്നങ്ങൾ മറികടക്കാൻ യാതൊരുവിധ സഹായവും നെൽകർഷകർക്ക് ലഭിക്കുന്നില്ല. ഈ മേഖലയിൽ കൃഷിക്കാരനെ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും ടച്ച് ചെയ്യുന്നതല്ലാതെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നെല്ലിന് കിട്ടുന്നത് 21 രൂപ 50 പൈസയാണ് ഇന്ന് 1 ക്വിൻ്റൽ നെല്ല് കിട്ടുന്നത്. അവൻ്റെ ചെലവുകളുമായി ബന്ധിച്ച് നോക്കുമ്പോൾ അത് 25 അല്ല 40 കിട്ടിയാൽ പോലും മുതലാകുന്നില്ലാത്ത ഒരവസ്ഥയാണ്. തീർച്ചയായും ആ ഉൽപ്പാദന ചെലവിനനുസരിച്ച് നെല്ലിന് വില കിട്ടുന്ന അനുസരിച്ച് ഗവൺമെൻറ് എടുക്കുന്ന നെല്ലിന് വില ഉടൻ തന്നെ അത് എടുത്ത് പോയി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ വരത്തക്ക സംവിധാനം ഉണ്ടാണ്. ഇന്ന് 3 മാസം മുതൽ 6 മാസം വരെ കാത്തിരുന്നാലാണ് ആ രൂപ തന്നെ കിട്ടുന്നത് തന്നെ. ഉൽപ്പാദന ചെലവ് പഴയതിലും കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കൂലിച്ചെലവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂലിച്ചെലവ് കുറയ്ക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം തൊഴിലാളിയുടെ ജീവിത മാർഗമാണ്.
അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് നെല്ലിന് കൂടുതൽ വില കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഉൽപ്പാദന ഉപാധികൾക്ക് അവർക്കൊരു സബ്സിഡൈസ് റേറ്റിലോ അത് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് അത് കുറഞ്ഞ വിലയിൽ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. നെല്ലെടുക്കാൻ ആളില്ലെങ്കിൽ കർഷകർ ഇറക്കിയിരിക്കുന്നവർ പാട്ടത്തിന് പിടിച്ച് കൃഷി ചെയ്യുന്നവർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഈ നെല്ലെടുക്കാതെ വന്നാൽ അവർ പട്ടിണി പാവങ്ങൾ വിഷം കുടിച്ച് മരിക്കേണ്ട ഇത് വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ആസൂത്രണ ബോർഡ് പുറത്തിറക്കിയ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിലെ നെൽകൃഷിയുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റിയുള്ള ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളുണ്ട്. നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി കുറയുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയിൽ 1 ഹെക്ടറിൽ നിന്ന് ലഭിക്കുന്നത് 6744 കിലോ നെല്ലാണ്. പക്ഷെ കേരളത്തിൽ 1 ഹെക്ടറിൽ നിന്നും ലഭിക്കുന്നത് 2827 കിലോ മാത്രമാണ്. കുട്ടനാടും പാലക്കാടുമാണ് ഇന്ന് കുട്ടനാട്ടിലെ കൃഷി നെല്ലുൽപ്പാദിപ്പിക്കുന്ന വലിയ മേഖല. അത് പാലക്കാടാണ് ഏറ്റവും വലിയ മേഖല. അപ്പർ കുട്ടനാടാണ് കൃഷി ഇന്ന് വളരെയധികം ഭൂമി തരിശായി കിടക്കുന്നു. കേരളത്തിലെ ആളുകൾക്ക് ആഹാരം കഴിക്കുവാൻ കഷ്ടിച്ച് ഒരാഴ്ചത്തേക്ക് മാത്രമേ ഈ 2 സ്ഥലത്തും നെല്ലുൽപ്പാദിപ്പിച്ചാൽ അരി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നിർജ്ജീവമായി കിടന്നാലുള്ള സ്ഥിതി എന്താ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് ഉൽപ്പാദന ബോണസ് എന്ന പേര് തരുന്ന ഈ ചെറിയ സംഖ്യ വലുതാക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. 1 ഏക്കർ കൃഷി ചെയ്താൽ ഇപ്പോൾ ആവറേജ് വിളവ് 1.5 ക്വിൻ്റൽ വിളവേ ഉള്ളൂ. പിന്നെ കിട്ടുന്നതെല്ലാം നല്ല വിളവ് കിട്ടിയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പം 2 ഏക്കർ 2.5 ക്വിൻ്റൽ 3 ക്വിൻ്റൽ പെർ ഏക്കർ കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റാണ്. അത് എത്ര പേർക്ക് കിട്ടുന്നു? അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഇത് റിവൈസ് ചെയ്യണം. ഈ പ്രൈസ് പോരാ, ഇതൊരു 28 രൂപയെങ്കിലും ഫിക്സ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 6-7 രൂപയെങ്കിലും കൂട്ടണം, എന്നാൽ ഈ കാർഷിക രംഗത്ത് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കൃഷി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നെൽകൃഷി പൂർണ്ണമായിട്ടും നഷ്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നെൽകൃഷി കൊണ്ട് കർഷകന് ലാഭമുണ്ട്. പക്ഷേ ലാഭം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കർഷകന് കിട്ടേണ്ട പൈസ കാലാകാലങ്ങളിൽ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് കർഷകർ നഷ്ടമാകുന്നത്. കർഷകന് യഥാർത്ഥത്തിൽ അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവന് സർക്കാർ കൊടുക്കേണ്ട സബ്സിഡികളും കൃത്യമായി സർക്കാർ കൊടുത്താൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കർഷകന് ഒരിക്കലും നഷ്ടമുണ്ടാകുന്നില്ല. നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു നിയമം കേരളത്തിൽ നിലവിലുണ്ട് എന്നതാണ് കൗതുകകരം. 2008 നിലവിൽ വന്ന കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണിത്. കേരള സംസ്ഥാനത്തെ കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും അവ പരിവർത്തനപ്പെടുത്തുന്നതിനും രൂപാന്തരപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായുള്ള നിയമമാണിത്. നെൽവയലുകൾ നികത്തിക്കൊണ്ടിരിക്കുന്നതിൽ അടിസ്ഥാനപരമായിട്ട് പണ്ട് കുട്ടനാട്ടിൽ നെൽവയലുകൾ നികത്തിക്കൊണ്ടിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ അന്ന് കുട്ടനാട്ടിലേക്ക് കാണുന്ന നമ്മളിപ്പം താമസിക്കുന്ന പുരയിടങ്ങൾ നല്ല ശതമാനവും വയലുകൾ തന്നെയായിരുന്നു. ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമില്ല, വെള്ളക്കെട്ടായിരുന്ന സ്ഥലം കൊണ്ട്. അതുകൊണ്ട് നിലങ്ങൾ നികത്തി ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പം വന്നിരിക്കുന്ന മാഫിയകൾ ഈ രംഗത്തോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ തന്നെ വായിച്ച് മനസ്സിലാവുന്നുണ്ട്, വലിയ കൂടുതൽ ഏക്കറേജുകൾ ഗവൺമെൻറ് ഇപ്പം നികത്താൻ വേണ്ടി അനുവാദം കൊടുത്തിരിക്കുന്നു, വലിയ വലിയ കമ്പനീസിന് വേണ്ടി, അല്ലെ ഹോസ്പിറ്റൽസിന് വേണ്ടി. അങ്ങനെ ജനറലായിട്ട് അപ്പം നിലം നികത്താൻ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിലം നികത്താൻ ഇപ്പം ചെറിയ ഒരാൾ, പിന്നെ ഗവൺമെൻറ് പുതിയതായിട്ടുണ്ടാക്കിയ നിയമം വെച്ച് 10 സെൻറ്റ് വരെ ഒരാൾക്ക് താമസിക്കാൻ നികത്താവുന്ന ഒരു നിയമം നിലവിലുണ്ട്. ആ നിയമത്തിൽ കൂടുതൽ 10 സെൻറ്റ് എന്ന് പറഞ്ഞാലും 10 സെൻറ്റിൽ കൂടുതൽ ആളുകൾ നികത്തുന്നു. ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു സംവിധാനവും ഇല്ല. പലപ്പോഴായിട്ട് ബാക്കിയുള്ള കൂടെ അവർ കുറേശ്ശെ നികത്തിയെടുക്കുന്നു. ഇങ്ങനെ പോകുന്നതുകൊണ്ട് നെൽകൃഷി ഭാവിയിൽ കുറേശ്ശെ കുറയാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ നെൽകർഷകന്റെ ഏറെക്കാലത്തെ സ്വപ്ന പദ്ധതിയായ ബയോ റൈസ് പ്ലാന്റിനും സമഗ്ര പാക്കേജിനും അവഗണന മാത്രമാണ് കിട്ടുന്നത്. കേരളത്തിന്റെ നെല്ലറകളായ പാലക്കാട്, കുട്ടനാട് എന്നീ മേഖലകളിൽ നെൽ കർഷകന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഭാഗമാണ് ബയോ റൈസ് പ്ലാന്റ്. പാടശേഖര സമിതിയും കർഷക സംഘടനകളും പദ്ധതി നടപ്പാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ ചെവിക്കൊണ്ടിട്ടില്ല. നെല്ലും നെല്ലുൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ബയോ റൈസ് പ്ലാന്റ് നിലവിൽ വന്നാൽ ഇടനിലക്കാരെ ഒഴിവാക്കാനും ലാഭം കർഷകന് നേരിട്ട് നേടാനും കഴിയും. എന്നാൽ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ മനഃപൂർവ്വം പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്ന് ആക്ഷേപമുണ്ട്. ഉൽപാദന ചെലവിനേക്കാൾ വളരെ കുറവാണ് ഉൽപ്പന്നത്തിന് കിട്ടുന്ന വില. അതുകൊണ്ട് മിക്ക കർഷകരും നെൽകൃഷി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ്. അതോടൊപ്പം ഡോക്ടർ MS സ്വാമിനാഥന്റെ നിർദ്ദേശങ്ങളും അവഗണിച്ചതായി ആക്ഷേപമുണ്ട്. സ്വാമിനാഥൻ്റെ ആ വലിയ കുട്ടനാടിൻ്റെ ആ വലിയ പ്രോജക്റ്റ് ഇപ്പോഴെവിടെയാണ്?
അത് ഒന്നും എത്താതെ ഈ കുട്ടനാട്ടിൻ്റെ ഞാനിപ്പം ഈ പറയുന്ന കുട്ടനാട് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ആ വർക്കുകൾ ഇവിടെ എങ്ങും ഒന്നും വന്നിട്ടില്ല. കായൽ ഏരിയയിലൊക്കെ എന്തൊക്കെയോ നടന്നെന്നല്ലാതെ അതൊന്നും വന്നിട്ടൊന്നുമില്ല. ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ കൃഷി നിർത്തലാക്കേണ്ട, ആനുപാതികമായി നമ്മുടെ പ്രോഡക്റ്റിന് നെല്ലിന് വില കിട്ടണം, റിവൈസ് ചെയ്യണം. പ്രൈസ് റിവിഷൻ വളരെ പൂറാണ്, വളരെ കുറവാണ്. ഇപ്പം കൃഷിക്കാരൻ ഇത് എത്ര ചോദിച്ചിട്ടായി 19 തന്നെ എത്ര 2 വർഷമായി 19 രൂപ ഉണ്ടായിട്ട്, ഇപ്പം ആണ്ട് 21.5. ഇത് ആർക്കും കിട്ടിയോന്ന് തന്നെ എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 2 രൂപ കൊണ്ടൊന്നും ആയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പോഴത്തെ കണക്കിന് ഒരു കുറഞ്ഞ ഒരു ഈ 21.5 എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ഒരു 26-27 രൂപയെങ്കിലും ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് കൃഷി മുതലാകത്തില്ല. നെല്ലിന്റെ വില ഉൽപാദന ചെലവുമായി ബന്ധപ്പെടുത്തുക, വില നിശ്ചയിക്കാൻ കർഷകനെ അനുവദിക്കുക, നെൽകൃഷിയെ ഒരു തൊഴിൽ രംഗമായി അംഗീകരിച്ചുകൊണ്ട് വളം, കൂലി, ചുമട്ടുകൂലി എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു വില നിശ്ചയിക്കുക. അതോടൊപ്പം നെൽകൃഷിക്ക് വേണ്ടി വെള്ളവും വൈദ്യുതിയും എത്തിക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിൽ നിന്നും ഇടത്തൊട്ടുകാരെ ഒഴിവാക്കുകയും ആനുകൂല്യങ്ങളുടെ ദുരുപയോഗം തടയുകയും ചെയ്യുക. ഇതെല്ലാം നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കർഷകർക്ക് അവരുടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇനത്തിന് അനുസരിച്ചുള്ള വില അവർക്ക് ഇപ്പോൾ ഉള്ള വിലയെ കൂടുതൽ കുറച്ചുകൂടെ അവരുടെ ചെലവിനനുസൃതമായൊരു വില അവർക്ക് കിട്ടണം. കൃഷി ഇപ്പം തന്നെ ഒരു കർഷകരും കൃഷി കൊണ്ട് മാത്രം അവർക്ക് അവരുടെ ആ വരുമാനം കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും പറ്റുന്നില്ല. കൃഷി കൊണ്ട് മാത്രം സാധിക്കുന്നില്ല. അതിനോട് ഇപ്പം കൃഷിയിലുള്ളവർ ഭൂരിഭാഗം ആൾക്കാരും മറ്റ് വരുമാന മാർഗ്ഗങ്ങളൂടെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് കൃഷിയിൽ നിന്ന് തന്നെ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വരുമാനം അവർക്ക് ലഭിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാവണം. അതുപോലെ കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ലഭിക്കണം. കൂടുതൽ ഇപ്പോൾ യന്ത്രവൽകൃത രീതിയിലുള്ള ഒരു കൃഷി കൊണ്ടുവന്നാലേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായം. ഞങ്ങൾക്ക് ആവശ്യമായ തൊഴിലാളികൾ, പഴയ കണക്ക് തൊഴിലാളികളെ കിട്ടുന്നില്ല. തൊഴിലാളികൾക്ക് ഷോർട്ടേജ് വളരെയുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് പലതും ഞങ്ങൾക്ക് പല വർക്കുകളും ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നു. അതല്ലേ വർക്ക് വേണ്ട വിധത്തിൽ കംപ്ലീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പിന്നെ കൃഷി കൊണ്ട് പഴയ കണക്ക് ആദായമില്ല. കാരണം ഒരേക്കർ കൃഷിക്ക് ഉദ്ദേശം ഒരു 25,000 രൂപയെങ്കിലും ചിലവ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 2 കിൻഡൽ മുകളിൽ ഒരേക്കറിന് 2 കിൻഡൽ മുകളിൽ വിളവ് കിട്ടുന്നെങ്കിൽ മാത്രമേ ഇത് ആദായപരമായിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പോകണം. പിന്നെ അത് കണക്ക് തന്നെ ഇവിടുത്തെ ലേബർ ചാർജ് ഒന്ന് നിയന്ത്രിക്കാൻ ഗവൺമെൻറ് എല്ലാ വർഷവും ലേബർ ചാർജ് റിവൈസ് ചെയ്യുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും അതൊന്നും നടപ്പിലാകുന്നില്ല.